ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു നൈറ്റ് ഒരു 10 മണിക്ക് ശേഷമുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, റൂട്ടീൻസ് ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് 10 മണിക്ക് ശേഷമാണ്. അപ്പം നമുക്ക് വീഡിയോ കിടന്നാലോ. അപ്പോൾ ഇതാ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണമായിരുന്നു ചേട്ടന്. അപ്പോൾ ഓംലെറ്റ് ചേട്ടൻ സ്വയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ആ ഓംലെറ്റ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്, അവിടുത്തെ ഒരു രംഗമാണ് ഈ കാണുന്നത്. ആ കലങ്കോലാക്കി ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, പണ്ടൊരു വട്ടം ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പി എന്താ, ഒരു 5 കോഴിമുട്ട ഉണ്ടാക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ പോയിരിക്കുന്നത്. ഇത് എൻ്റെ നിന്ന് കോപ്പിടിച്ചിട്ടുള്ള റെസിപ്പിയാണ്. അത് ആളൊരു വെർഷനാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് പാചകം പൊടിച്ചോണ്ടിരിക്കണേ എനിക്കും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ 2 ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇതാ ഞാൻ കുറച്ച് ചെറുതായിട്ട് ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എന്തോ പച്ചമുളക്, സവോള, വെളിച്ചെണ്ണ, മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ആളെന്തോ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതുപോലെ ഞാനൊരു സത്യം പറഞ്ഞാൽ ഞാൻ റെസിപ്പി ചെയ്യാറുണ്ട്, ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ളതാണ് ഇത്. പക്ഷെ അതുപോലൊന്നും അല്ല കേട്ടോ. അതായത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. അതിനിടയിൽ കുറച്ച് കോഴിമുട്ടയിൽ കുറച്ച് സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് എന്താ ചെയ്യാൻ പോണേ, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ റെസിപ്പി കോപ്പിടിക്കുന്നതാണ് ആളുടെ പേടി. ഇതായി ഞാൻ കോഴിമുട്ട ഇതിലേക്ക് ഒഴിക്കാൻ നോക്കി. പക്ഷെ പിന്നെ എന്താ ശരിയായില്ലെന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഇട്ട് മൂത്തിട്ടില്ലാന്ന് തോന്നിട്ട് ഒന്നും കൂടി ആളൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെയും കോഴിമുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ഉണ്ടാവും നോക്കാം. അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ നന്നായിട്ട് അങ്ങോട്ട് ചുറ്റിക്കുന്നത് എന്താ കാണിക്കണമെന്ന് അറിയില്ല. ഒരു വിധത്തിൽ ചുറ്റിച്ചിട്ട് പിന്നെ എന്താ ചെയ്തേ, കുറച്ച് കഴിഞ്ഞിട്ട് സവോളൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് പിന്നെ ഇട്ടു. എന്തൊക്കെയോ അലങ്കോല പണികൾ. രാത്രി കുറേ നേരമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ തലയിലാവുന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം. എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ എന്തോ ശരിയായില്ല വെച്ചിട്ട് പിന്നെ തിരിച്ചായിരിക്കും കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം കോഴിമുട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു രംഗം കാണിച്ചു തരാം. കുട്ടി നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പുറത്തിറങ്ങി നിന്നിട്ട് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ ഇതാ ഈ വെള്ളത്തിൽ കളിച്ചാൽ ഫുഡ് എന്തായാലും കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു അടുക്കളയിലെ സ്ലാബ് നിർത്തിയിട്ടാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള അലങ്കോലപ്പണികളാണ് ഇത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലാണ്ട് ധ്രുബിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇത് വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ അലങ്കോലപ്പണികൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ അടുക്കി പറുക്കി വയ്ക്കണം. ആ സമയം കൊണ്ട് ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഈ നേരത്താണ് കുളിക്കുക. ചേട്ടൻ 9 മണിക്ക് അവിടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് എഴുതിട്ട് ചേട്ടൻ കുളിക്കാൻ പോകുള്ളൂ. ഇതാ ചേട്ടൻ കോഴിമുട്ട ഉണ്ടാക്കി പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നതുള്ളത്. ഇതുകൊണ്ട് ചേട്ടൻ ഈ വക പണിക്ക് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. വേറെ ഒന്നല്ല, ഇതൊക്കെ പിന്നെ ആ കലങ്കോലാക്കി ഇട്ട് വെക്കും, അതാണ്. പക്ഷെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ 2 പാത്രത്തേക്ക് മാറ്റി ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള കോഴിമുട്ടയൊക്കെ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാ സാധനവും കണ്ടോ, എല്ലാം എടുത്തോടത്തൊരു സാധനം വെക്കില്ല. അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ധ്രുബേബി ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. അവർ കളിക്കാൻ പോയേക്കാണ് അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക്. അച്ഛൻ്റെ അമ്മയ്ക്ക് ഫുഡ് നേരത്തെ കഴിക്കും, ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പോരല്ലോ, ഇനി ഇഷ്ടം പോലെ പാത്രങ്ങൾ സിങ്കിൽ വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കഴുകാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കോഴിമുട്ട ഉണ്ടാക്കി വെച്ചത്, കോഴിമുട്ട കലക്കിയത്, അരിഞ്ഞത്, അങ്ങനെ കുറേ പാത്രങ്ങൾ. ഞാനാണെങ്കിൽ വളരെ മിനിമം പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. അങ്ങനെ വലിച്ചു വരെല്ലാം ഇടില്ല. ഞാൻ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകിയിട്ട് ആ ഭാഗം ക്ലീൻ ആക്കൂടെ. എനിക്കങ്ങനെ വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇപ്പോഴത്തെ പാത്രം മാത്രമേ, ഇനി കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങൾ വേറെ ഒരു ലോഡ് വേറെ കിടക്കാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അവിടെ ഇവിടേക്കും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വിളമ്പി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം കൂടി ചേട്ടൻ കുളിച്ച് വന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത് കേട്ടോ. ഓണാക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന പരിപാടി. അപ്പോൾ നമുക്കിന്ന് ചോറ് ചേട്ടൻ ഉണ്ടാക്കി, കോഴിമുട്ട, മുളകിട്ട മീൻകറി, ഉള്ളി സാമ്പാർ, ഇത്രയുള്ളൂ കേട്ടോ. പിന്നെ പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. പപ്പടം ചേട്ടൻ അത്ര താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാൻ പോവാം. അപ്പോൾ ചേട്ടൻ ഏതെങ്കിലുമൊക്കെ
ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുന്ന ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എന്തോ സിനിമ വയ്ക്കാനുള്ള പരിപാടിയാണ്. ഏതാ വയ്ക്കാൻ പോണ കേട്ടാ? പീക്കിരി അച്ഛൻ്റെ അമ്മയുടെ റൂമിലുണ്ട് കേട്ടോ അവർ. അവിടെ ഈ നേരത്ത് കളിക്കാൻ പോകുന്ന ടൈമാണ്. അച്ഛൻ്റെ അമ്മയുടെ കുറേ കളിക്കും. അപ്പോൾ ഞങ്ങൾ ഈ നേരത്തെ ഇരുന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണത് ഇവിടെ അച്ഛനും മോളും കൂടി നശിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് വൃത്തിയാക്കിയിട്ട് വേണ്ട കിടക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഇതാ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള മൂവി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സുഖമായിട്ട് ഇനി ഫുഡ് കഴിക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി പ്രോഗ്രാംസ് കണ്ടുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അതാ ചേട്ടൻ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ തന്നെ ചേട്ടൻ്റെ ഫുഡിനെ പറ്റി വളരെ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ശരി പോയി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കഴിക്കാതിരുന്നിട്ടുണ്ട്. എനിക്ക് പൊതുവേ ചേട്ടൻ ഉണ്ടാക്കാൻ എല്ലാ സാധനവും ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. മീൻസ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുള്ളത് രസത്തിൽ തന്നെ ആൾ സെറ്റാക്കും കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴേക്കും അച്ഛൻ ധ്രുക്കുട്ടീനെ കൊണ്ടുവന്നിട്ട് താഴേക്ക്. അപ്പോൾ ഞാൻ ധ്രുക്കുട്ടീനെ ഞാൻ അപ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ധ്രുക്കുട്ടി ഇതാ 10-11 സമയമൊക്കെ ആയി. പക്ഷെ അവൾ കണ്ണ് ബൾബാവണ സമയമാണ്. പെട്ടെന്നൊന്നും ഇനി ഉറങ്ങില്ല. അവൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന സമയമാണ് ഇത് കേട്ടോ. നിർബന്ധിച്ചിട്ടാണ് ഒരു 12 മണിക്കെങ്കിലും അവൾ ഉറക്കാൻ കൊണ്ടുപോകാൻ ഞാൻ. കാരണം അവളൊരു വൈകുന്നേരം ഒരു 6:30 അല്ലെങ്കിൽ 7 മണിക്കാകുമ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് കിടന്നുറങ്ങും. അപ്പോൾ ഒരു ഉറക്കക്ഷീണമൊക്കെ അവൾ പോകും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതാ ഇനി ടേബിൾ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം. അപ്പോൾ നമ്മൾ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കട്ടെ. എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ അലങ്കോലമൊക്കെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു അർദ്ധരാത്രി അപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ഭാഗ്യത്തിന് മറ്റേ ലൈറ്റുള്ള കാരണം കുഴപ്പമില്ല. അപ്പോൾ ധ്രുക്കുട്ടീനെ അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയമൊന്നും കാണിച്ചാൽ കറക്റ്റ് 11:30 സമയത്താണ് കറണ്ട് പോയിരിക്കണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നട്ടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അമ്മ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഞാൻ ചേട്ടനും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചേട്ടൻ വന്ന ചേട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടന് കൊണ്ടുകൊടുക്കാൻ പോകണ്ട. അപ്പോൾ ചേട്ടൻ അവിടെ അത് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഉള്ള അട ചേട്ടന് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ധ്രുക്കുട്ടിയും കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ട്രൈപോഡുമ്മയാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടിയുടെ കളി. അപ്പോൾ അതുമ്മ വലിഞ്ഞ് കയറി നിൽക്കലാണ്. അപ്പോൾ അവൾ നടന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവൾ പിടിച്ചിപ്പോൾ നടന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അടുക്കളയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാനിത് എൻ്റെ അട കഴിക്കാൻ പോവാണ് കേട്ടോ. സാധാരണ ഈ നേരത്ത് കഴിക്കാനുമ്പോൾ ആൾക്കാർക്ക് ചിരി വരാം. പക്ഷേ എനിക്കെന്തോ മധുരം തിന്നാൻ എനിക്ക് ചേട്ടനൊക്കെ ഈ സമയത്താണ് തോന്നാറുള്ളത്. അപ്പോൾ അത് ഞങ്ങളിതാ അട എനിക്കുള്ള അടിയും കൂടെ എടുത്ത് ഞാൻ ടീവിടെ മുന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം കഴിച്ച് തീർത്ത്. കാരണം അവളെ ഇനി ഉറക്കാൻ കൊണ്ടുപോയി 12 മണിക്ക് ഞാൻ അവളെ ഉറക്കാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം കഴിച്ച് തീർക്കുകയാണ്. ചേട്ടനാണെങ്കിൽ കുറേ നേരം സിനിമ കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണമെങ്കിൽ രാവിലെ വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ വൃത്തികേടല്ലേ. അപ്പോൾ ഞാൻ വേഗം എല്ലാം വലിച്ചു വാരി ക്ലീൻ ചെയ്ത് സെറ്റാക്കി അടക്കി ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഇറക്കി പെറുക്കി വെക്കും. അത് ഇവർക്ക് നശിപ്പിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചേട്ടൻ കുറേ നേരം സിനിമ കാണും. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് മേലെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ വകയിന് കളിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ കുറച്ച് നേരം ടൈമൊന്ന് സ്പെൻഡ് ചെയ്യും. പിന്നെ ധ്രുക്കുട്ടീനെ ഓർക്കിട്ട് ഞാനും ഉറങ്ങും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും